ഞാൻ പറയും നിങ്ങൾ ഈ വീടിന്റെ മുന്നിൽ ഇങ്ങനെ കോമാളി ആവാൻ വേണ്ടി നിന്ന് കൊടുക്കരുത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞല്ലേ? എത്ര മക്കളുണ്ട്? 3 മക്കളുള്ള. നാളെ നിങ്ങളെ മക്കൾ വളർന്ന് വലുതാവുമ്പോ ഈ പഴയ വീഡിയോ കൊടുത്തിട്ട് അവന്റെ സ്കൂളിൽ പോകുമ്പോ അവന്റെ ഫ്രണ്ട്സ് കളിയാക്കൂലേ? ഞാൻ ഇത് പറയാൻ അറിയാനല്ല, ഞാൻ അങ്ങനെ നടന്നതാണ്. പക്ഷെ ഞാൻ മക്കളെ കാര്യം ആലോചിച്ചിട്ട് പറയുന്നത്, നിങ്ങൾ പിള്ളേരെ കാര്യം ആലോചിച്ചിട്ട് പറയുന്നത്. സപ്പോർട്ടാണ് എനിക്ക് തന്നെ പറയാനുള്ളത്. അതായത് മലപ്പുറം ജില്ലയിൽ നിന്നൊരു 10th മെമ്പർ, 10th മെമ്പർ ആവാനേ നിങ്ങൾ ഈ കളിയും രീതിയിലും ഒക്കെ നേർപ്പെട്ട് ഒന്ന് സെറ്റ് ആവാനാണ് ഞാൻ വന്നത്. വേറെ ഒന്നും തോന്നരുത്, റിയലി സോറി. 10th മെമ്പർ ആവാന് ആൾക്കാരെ നിങ്ങളെ സമ്മതിക്കുമെന്ന് തോന്നില്ല. എനക്കും നിങ്ങളെ 10th മെമ്പർ ആക്കാൻ എനക്കും ഒരു ഇനിയിപ്പൊ എനക്ക് ഞാൻ എങ്ങനെയെങ്കിലും മൈൻഡ് ഓക്കെ ആക്കിയാലോ, നിങ്ങളെ ഇങ്ങനെ വന്നിട്ട് പറയുമ്പോ ഞാൻ എങ്ങനെയെങ്കിലും മൈൻഡ് ഓക്കെ ആക്കിയാലും ആൾക്കാരെ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. ഇപ്പൊ ഇത്രയും സംഭവിച്ച സ്ഥിതിക്ക് എങ്ങനെയും നിങ്ങൾ ഇത് ചെയ്യരുതായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഉണ്ണിക്കണ്ണൻ മംഗൾഡാം രീതി പിടിക്കരുത്. വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിച്ചിരുന്നെങ്കിൽ. ഞാനത് തോളത്തിട്ട് നടന്നിട്ടില്ല, അതിങ്ങനെ ജസ്റ്റ് ഇതാണ് ഇങ്ങനെ പോവാണെന്ന് അറിയിച്ചാണ്. നിങ്ങൾ ആ കാര്യം ആലോചിക്കുമ്പോ നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഒരു ഇതിലേക്കാണ് പോയത്, മനസ്സിലാവും. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം ആദ്യം. ഇതെന്താ നിങ്ങളൊരു മോട്ടിവേഷൻ എന്താ ഇതിലേക്ക് ഇറങ്ങാൻ തോന്നിയ കാര്യം? നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ നടന്നാണോ? അല്ലല്ല, ഞാൻ എന്താ വെച്ചാല് ഒരു ട്രെയിനിൽ വന്നിട്ട് ഇവിടെ ഒരു കോണിമല്ല് അടിച്ചിട്ട് പോയാല് അതൊരു ഇത്ര ബലം ഉണ്ടാവില്ല. ഇതിപ്പോ ഇത്ര നമ്മൾ 130 കിലോമീറ്റർ ചാണ്ടി ഇങ്ങോട്ട് വന്ന് ടൈം ഈസ് ഓവർ നടന്നുണ്ട്. അപ്പൊ ഇക്ക വന്നതിന് നന്ദി. നമുക്കൊരു ഹഗ് ചെയ്ത് പിരിയാം. എന്തായാലും താങ്ക് യു. വേറെ ഒന്നും വിചാരിക്കരുത്, വേറെ മോശമൊന്നും വിചാരിക്കണ്ട. അങ്ങനെ ആയിപ്പോ വിചാരിച്ചാൽ മതി. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. പോയേ, അപ്പൊ നിങ്ങളിരിക്കും. ഓക്കെ, റിലാക്സ് ചെയ്യും. നമുക്ക് ലൈവ് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം.